നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. യാത്രക്കാരെ വലച്ച് എയർ ഇന്ത്യ. ജീവനക്കാരുടെ സമരം ഒത്തുതീർന്നിട്ടും സർവീസുകൾ മുടങ്ങി. കണ്ണൂരിൽ ഇന്നും യാത്രക്കാരുടെ പ്രതിഷേധം. KSRT സ്വിഫ്റ്റ് ബസ് ഡ്രൈവർക്ക് മർദ്ദനം ബസ് ഡിപ്പോയിൽ വെച്ച്. തിലാന്നൂർ താഴെച്ചുവ സ്വദേശികളായ 7 പേർ പോലീസ് കസ്റ്റഡിയിൽ. ആക്രമണം KSRTC അമിത വേഗതയിലെന്ന് ആരോപിച്ചു. വാട്ടർ അതോറിറ്റിയുടെ കുഴികൾ ദുരിതമാകുന്നു. മുണ്ടേരിമുട്ട ജംഗ്ഷനിൽ ഗതാഗത തടസ്സം രൂക്ഷം. ദിവസേന 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന വഴി അധികൃതർ അവഗണിക്കുന്നതായി പരാതി. വാർത്തകൾ വിശദമായി. കണ്ണൂരിൽ നിന്നുള്ള 8 എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ കൂടി ഇന്നും റദ്ദാക്കി. ഷാർജ, ദുബായ്, ദമാം, റിയാദ്, അബുദാബി, റാസൽ ഖൈമ, മസ്കറ്റ്, ദോഹ സർവീസുകളാണ് റദ്ദാക്കിയത്. ഇനിയുള്ള ഷാർജ, ദുബായ് വിമാനങ്ങൾ സർവീസ് നടത്തുമെന്ന് എയർപോർട്ട് അധികൃതർ അറിയിച്ചിരുന്നുവെങ്കിലും എയർപോർട്ടിൽ വിളിച്ച് അന്വേഷിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ എത്താവൂ എന്നും നിർദ്ദേശത്തിലുണ്ട്. ജീവനക്കാർ സമരം പിൻവലിച്ചുവെങ്കിലും പൂർണ്ണതോതിൽ സർവീസുകൾ ഉടനടി പുനരാരംഭിക്കുക എന്നത് പ്രായോഗികമല്ലെന്നാണ് എയർ ഇന്ത്യ പറയുന്നത്. വിമാനയാത്രയ്ക്ക് മുമ്പുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്നതിനാലാണ് 10 സർവീസുകളിൽ 5 എണ്ണം റദ്ദാക്കിയിരിക്കുന്നത്. ജീവനക്കാർ സമരം പിൻവലിച്ചുവെങ്കിലും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ സാധാരണ പോലെ നടന്നേക്കില്ല. എത്രയും വേഗം സർവീസുകൾ പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശ്രമത്തിലാണ് കമ്പനിയെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വാർത്താക്കുറിപ്പും ഇറക്കി. ഇന്ന് യാത്ര ചെയ്യേണ്ടവർ സർവീസ് ഉണ്ടെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ വിമാനത്താവളത്തിൽ എത്താവൂ എന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. SKSSF കണ്ണൂർ സിറ്റി ക്ലസ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ വിജയാരവം 2024 സംഘടിപ്പിച്ചു. സമസ്തയുടെ പൊതുവിദ്യാഭ്യാസ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. മ്യൂസിയം, പുരാവസ്തു, പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഉയർന്ന വിജയശതമാനം കണ്ണൂർ ജില്ലയിലും വളരെ ശക്തമായ നേട്ടമുണ്ടാക്കി. ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്ത് 1ാം സ്ഥാനം കേരളത്തിന് ഇന്ന് കേന്ദ്രം തന്നെ പറയേണ്ടി വന്നിട്ടുണ്ട്. ആ കേന്ദ്രത്തിൽ തന്നെ പറയേണ്ടി വന്ന സാഹചര്യം ഉണ്ടാക്കി. ആ ഉണ്ടാക്കിയതിൽ നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾ, സംഘടനകൾ, അധ്യാപകന്മാർ, മേധാവികൾ തുടങ്ങി എല്ലാ സ്രോതസ്സുകളെയും ഒരു കൂട്ടായ്മ, അപ്രാപ്തമായ സംഘടന ഉണ്ടായതുകൊണ്ടാണ് അതിന് ആ വിദ്യാഭ്യാസം ഉണ്ടാക്കിയത്. വിജയത്തിൻ്റെ പടവുകൾ ഉണ്ടാക്കാൻ കഴിയും. ആ പടവുകൾ കയറി മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസം വാർത്തകൾ നൽകുന്നതിനാണ് തീർച്ചയായും ഇതുപോലുള്ള സംഭവങ്ങളും അതിൻ്റെ സ്നേഹാദരപൂർവ്വം പ്രവർത്തിക്കാനും അത് അറിയിക്കാനൊക്കെയുള്ള മനസ്സാണ് കാരണം. അഷ്റഫ് ബംഗാളി മൊഹല്ല അധ്യക്ഷത വഹിച്ചു. അസ്ലം അസ്ഹരി പൊയ്ത്തുംകടവ് അനുമോദന സന്ദേശം നൽകി. അബ്ദുൾ ഷുക്കൂർ ഫൈസി പുഷ്പഗിരി, അബ്ദുൾ ബാഖി, ഇബ്രാഹിം ബാഖഫി, മുഹമ്മദ് ബിനു ആദം, ഇസ്ലുദ്ദീൻ നിസാമി, റിയാസ് ഷാദുലിപ്പള്ളി, ലത്തീഫ് ഇടവച്ചാൽ, റഷീദ് അസ്ഹരി, സി സമീർ, മുനീർ കുന്നത്ത് തുടങ്ങിയവർ ഉപഹാര സമർപ്പണം നടത്തി. കുന്നുംകൈ കലാഗ്രാമം 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികൾ നടന്നു. നാടക, സിനിമ, സീരിയൽ നടൻ പയ്യന്നൂർ മുരളി ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക സന്ധ്യ, നാടകം, സ്നേഹാദരം, അനുമോദനം എന്നീ പരിപാടികളും നടന്നു. കുന്നുംകൈ കലാഗ്രാമം അവതരിപ്പിച്ച 5ാമത്തെ നാടകം മാർജാരസൂത്രം നാടകത്തിന് ശേഷം കുന്നുംകൈ കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച സ്നേഹ സംവാദവും തുടർന്ന് കലാഗ്രാമത്തിലെ കലാകാരന്മാരെ അനുമോദിക്കൽ ചടങ്ങുമാണ് നടന്നത്. ചടങ്ങിൽ ജീവൻ സാജ്, ബാലമുരളി, സുമേഷ് ചാല, രാജീവൻ പണ്ടാരി, സുജിത്ത് അഭിരാമി, കലാഗ്രാമ കലാകാരന്മാരും കുടുംബാംഗങ്ങളും നാട്ടുകാരും സംബന്ധിച്ചു.
ക്യൂഫയുടെ ആഭിമുഖ്യത്തിൽ 12 അംഗങ്ങൾ 4 ടീമുകളായി ജവഹർ സ്റ്റേഡിയത്തിൽ സൗഹൃദ മത്സരം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അംഗങ്ങളായ കളിക്കാരുടെ അകാല ചരമങ്ങളിൽ കുടുംബത്തെയും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കളിക്കാരെയും സഹായിക്കുകയാണ് ക്യൂഫയുടെ പ്രധാന ലക്ഷ്യം. കാലിക്കറ്റ് സർവകലാശാല മുൻ ഫുട്ബോൾ കോച്ചായ CPM ഉസ്മാൻ കോയയുടെ നേതൃത്വത്തിൽ കാലിക്കറ്റ് സർവകലാശാല ഫുട്ബോൾ ടീമിലെ കളിക്കാരുടെ ക്ഷേമത്തിനായി 1994 രൂപീകരിച്ച സംഘടനയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എക്സ് ഫുട്ബോളേഴ്സ് അസോസിയേഷൻ അഥവാ ക്യൂഫ. 30 വർഷമായി ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ ഒരു ചരിത്രത്തിൽ നിങ്ങൾക്ക് എവിടെയും തന്നെ കാണാൻ വേണ്ടി സാധിക്കുകയില്ല. അതിൽ പഴയ കളിക്കാരുണ്ട്, കളിച്ചു കഴിഞ്ഞാൽ അവരങ്ങ് പോയി, അവർ റിട്ടയർ ചെയ്ത് അവരും അവരുടെ ജീവിതവും കുടുംബവുമായിട്ട് കഴിഞ്ഞുകൂടും. 30 വർഷമായിട്ട് ഇത്രയും സംഘടിതമായിട്ട് നടക്കുകയാണ്. ഇപ്പോഴും ഇതിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ളത് CP ഉസ്മാൻ കോയ, നിങ്ങൾക്കൊക്കെ അറിയാം, വളരെ പ്രശസ്തനായിട്ടുള്ള കോച്ചാണ്. അദ്ദേഹം നിർഭാഗ്യവശാൽ മറ്റന്നാളത്തെ സംഗമത്തിൽ ഉണ്ടാവില്ല. അദ്ദേഹം ഇപ്പോൾ മകൻ്റെ കൂടെ ദുബായിലാണ്, ശാരീരികമായി ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട്. ഭാര്യ ഈയിടെയാണ് ദിവംഗതയായത്, അദ്ദേഹം വേണ്ടി. പിന്നെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ളത് സീനിയർ സെയ്ദ് മാധവൻ ആണ് ഈ ക്യൂഫയുടെ. പിന്നെ ജനറൽ സെക്രട്ടറി വിക്ടർ മഞ്ഞില, പിന്നെ 2 ജോയിൻറ്റ് സെക്രട്ടറിമാരാണുള്ളത്. ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് ഹമീദും പിന്നെ ഒന്ന് റഷീദ് കസ്റ്റംസിലുള്ള. ട്രഷററായിട്ടുള്ളത് രാമചന്ദ്രൻ. ഇതാണ് ഭാരവാഹികൾ. പിന്നെ നമ്മൾ 10-15 മേലെയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുണ്ട്. വളരെ ചിട്ടയോടുകൂടി ഇപ്പം നമ്മൾ ഏറ്റവും ഊന്നൽ കൊടുക്കുന്നത് ഇത്തരത്തിലുള്ളൊരു കൂട്ടായ്മയ്ക്ക് അപ്പുറത്തായിട്ട് നമ്മൾ യുവ തലമുറക്ക് കോച്ചിങ് പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ് ക്യൂഫ വലിയൊരു ഇതായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുന്നേ കോഴിക്കോട് കിഡ്സിൻ്റെ ഒരു ടൂർണമെൻ്റ് അവിടെ 10 വയസ്സിന് താഴെയുള്ള 6ഓളം ടീമുകളെ സംഘടിപ്പിച്ച് നല്ല രീതിയിൽ അവിടെ കല്യാണ കേന്ദ്രയാണ് അതിന് സ്പോൺസറായിട്ടുള്ളത്. വളരെ ഭംഗിയായിട്ട് നല്ല സപ്പോർട്ട് കൂടിയിട്ടുള്ള ഗ്രൗണ്ടിൽ അവിടെ ടൂർണമെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ മറ്റു ജില്ലകളിലും സമീപ ഭാവിയിൽ ഈ പ്രാവശ്യത്തെ AGM-ൽ വലിയൊരു അജണ്ടയായിട്ട് അതിനെപ്പറ്റിയാണ് ചർച്ച കൊണ്ടുപോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇതിലപ്പുറമായിട്ട് പല സ്ഥലത്തും വിക്ടറിൻ്റെയും മറ്റ് കോച്ചസായിട്ട് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ കോച്ചിങ്, ഷോർട്ട് ടേം കോച്ചിങ് പല സെൻറ്ററിലും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് സേവനം. മുൻ രാജ്യാന്തര ദേശീയ താരങ്ങളായ KP സേതുമാധവൻ, വിക്ടർ മഞ്ഞില, ഡോക്ടർ MIM മുഹമ്മദ് ബഷീർ, MM ജേക്കബ്, KF ബെന്നി, U അഷ്റഫ് അലി, CP വാപ്പച്ചൻ, ജോപോൾ അഞ്ചേരി, സുശാന്ത് മാത്യു, അബ്ദുൾ ഹക്കീം തുടങ്ങിയവർ ബൂട്ടണിയും. ക്യൂഫയുടെ 30ാമത് വാർഷിക ജനറൽ ബോഡി യോഗവും 11 മണിക്ക് കണ്ണൂർ പാംഗ്രൂവ് ഹെറിറ്റേജ് റിട്രീറ്റ് ഹോട്ടലിൽ നടക്കും. ഫുട്ബോളിന്റെ ഉന്നമനത്തിനായി യുവ കളിക്കാർക്ക് പരിശീലനം നൽകി ഫുട്ബോളിനെയും കളിക്കാരെയും അഭിവൃദ്ധിപ്പെടുത്തുക എന്ന ലക്ഷ്യവും സംഘടനയ്ക്കുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പനക്കാട് അബ്ദുൽ ഖാദർ, P അബ്ദുൾ ഹമീദ്, MM നവീൻ, സുമൻ, VP മാമുക്കോയ എന്നിവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യാത്രക്കാരെ വലച്ച് എയർ ഇന്ത്യ, ജീവനക്കാരുടെ സമരം ഒത്തുതീർന്നിട്ടും സർവീസുകൾ മുടങ്ങി. കണ്ണൂരിൽ ഇന്നും യാത്രക്കാരുടെ പ്രതിഷേധം. KSRT സ്വിഫ്റ്റ് ബസ് ഡ്രൈവർക്ക് മർദ്ദനം ബസ് ഡിപ്പോയിൽ വെച്ച്. തിലാന്നൂർ താഴെച്ചുവ സ്വദേശികളായ 7 പേർ പോലീസ് കസ്റ്റഡിയിൽ. ആക്രമണം KSRTC അമിത വേഗതയിലെന്ന് ആരോപിച്ചു. വാട്ടർ അതോറിറ്റിയുടെ കുഴികൾ ദുരിതമാകുന്നു. മുണ്ടേരിമുട്ട ജംഗ്ഷനിൽ ഗതാഗത തടസ്സം രൂക്ഷം. ദിവസേന 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന വഴി അധികൃതർ അവഗണിക്കുന്നതായി പരാതി. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിങ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
Karaikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, Embo Road, Thrissur. വാർത്തയിലേക്ക് KSRTC ഡിപ്പോയിൽ വെച്ച് സ്വിഫ്റ്റ് ബസിന്റെ ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ 7 പേർക്കെതിരെ കേസെടുത്തു. എറണാകുളത്ത് നിന്ന് മൂകാംബികയിലേക്ക് പോവുകയായിരുന്ന KSRTC സ്വിഫ്റ്റ് ബസിന്റെ ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ തിലാനൂർ സ്വദേശികളായ സംഘത്തിന് നേരെ കേസെടുത്തത്. ഫുട്ബോൾ മാച്ച് കഴിഞ്ഞു വരുന്ന ഇവരുടെ ബൈക്കിൽ KSRTC ബസ് ഇടിക്കാൻ വന്നു എന്ന് ആരോപിച്ചായിരുന്നു ഡ്രൈവർക്ക് മർദ്ദനം. സ്വിഫ്റ്റ് ബസിന്റെ ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ തിലാനൂർ സ്വദേശികളായ അജ്മൽ, മുസ്താഫ്, നബാൻ, ഫഹദ്, സഹീർ, റംസാൻ, താഴെച്ചുവ സ്വദേശി മുഹമ്മദ് റിഷാദ് എന്നിവർക്കെതിരെയാണ് കണ്ണൂർ ഡിപ്പോയിലെ സ്റ്റേഷൻ മാസ്റ്റർ അനുദാസിന്റെ പരാതിയിൽ കേസെടുത്തത്. അർദ്ധരാത്രിയോടെയാണ് സംഭവം. ഫുട്ബോൾ മാച്ച് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന സംഘത്തിന്റെ ബൈക്കിൽ KSRTC ബസ് ഇടിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ചാണ് മർദ്ദനം. ബസ് കണ്ണൂർ ഡിപ്പോയിലെത്തിയപ്പോൾ ബസ്സിനകത്ത് കയറി ഡ്രൈവറെ മർദ്ദിക്കുകയും തെറിവിളിക്കുകയും ബസിന്റെ സൈഡ് ഗ്ലാസിൽ അടിക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തതായാണ് പരാതിയിൽ പറയുന്നത്. പ്രതികൾ പോലീസ് കസ്റ്റഡിയിലാണ്. കേരളത്തിലെ 5 ലയൺസ് ഡിസ്ട്രിക്റ്റുകളുടെ 15ാമത് മൾട്ടിപ്പിൾ കൺവെൻഷൻ 11, 12 തീയതികളിൽ കണ്ണൂർ കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ നടക്കും. 11-ന് മൾട്ടിപ്പിൾ കൗൺസിൽ മീറ്റിംഗിൽ 2024-25 വർഷത്തെ ഭാരവാഹികളെയും തെരഞ്ഞെടുക്കും. കേരളത്തിലെ 28,000-ഓളം ലയൺസ് അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 1000-ഓളം അംഗങ്ങൾ 12-ന് നടക്കുന്ന കൺവെൻഷനിൽ പങ്കെടുക്കും. ലയൺസ് ഇന്റർനാഷണൽ കേരള മൾട്ടിപ്പിൾ, അതായത് കേരളത്തിൽ 5 ഡിസ്ട്രിക്റ്റുകളാണുള്ളത്. 318A, B, C, D, E എന്ന് പറയുന്ന 5 ഡിസ്ട്രിക്റ്റുകൾ. ഈ 5 ഡിസ്ട്രിക്റ്റുകൾ ഉൾപ്പെടുന്ന കേരള മൾട്ടിപ്പിളിൻ്റെ വാർഷിക സമ്മേളനം ഈ വരുന്ന ഞായറാഴ്ച 12-ാം തീയതി കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ വെച്ച് നടക്കുകയാണ്. 11-നും 12-ആയിട്ടാണ്. 11-ാം തീയതി മൾട്ടിപ്പിൾ കൗൺസിൽ മീറ്റിങ്ങും അടുത്ത വർഷത്തെ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പുമാണ്. 12-ാം തീയതി രാവിലെ 9:30 മണി മുതൽ ഈ മൾട്ടിപ്പിൾ കൺവെൻഷൻ കൃഷ്ണ ബീച്ച് റിസോർട്ടിൽ വെച്ച് നടക്കുകയാണ്. മൾട്ടിപ്പിൾ ചെയർപേഴ്സണായിട്ടുള്ള ശ്രീമതി സുഷമ നന്ദകുമാറിൻ്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ ഇന്റർനാഷണൽ ഡയറക്ടർ ലയൺ VP നന്ദകുമാർ ഉദ്ഘാടനം നിർവഹിക്കും. അതുപോലെ കേരളത്തിൽ നിന്നുള്ള തിരുവനന്തപുരത്തുള്ള മുൻ ഇന്റർനാഷണൽ ഡയറക്ടറായിട്ടുള്ള എഞ്ചിനീയർ R. മുരുകൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. അതുപോലെ ഇപ്പോൾ കേരളത്തിൻ്റെയും കർണാടകയും ചുമതലയുള്ള ഏരിയ ലീഡറായിട്ടുള്ള അഡ്വക്കേറ്റ് വാമനകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. 2022-23 വർഷത്തെ ഏറ്റവും മികച്ച ലയൺസ് അംഗങ്ങൾക്കുള്ള അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്യും. 2023-24 വർഷത്തെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരവും സമ്മാനിക്കുന്നു. ലയൺസ് മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സൺ സുമ നന്ദകുമാർ അധ്യക്ഷത വഹിക്കും. മുൻ ഇന്റർനാഷണൽ ഡയറക്ടർ VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും. മുൻ ഇന്റർനാഷണൽ ഡയറക്ടർ എഞ്ചിനീയർ R. മുരുകൻ മുഖ്യാതിഥിയായി സംസാരിക്കും. ഏരിയ ലീഡർ അഡ്വക്കേറ്റ് M. വാമൻ കുമാർ മുഖ്യ പ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ TK രജീഷ്, രാകേഷ് കരുണൻ, വിനോദ് ഭട്ടതിരിപ്പാട്, M. വിനോദ് കുമാർ, MV പ്രസൂൻ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രണയപകയിൽ പാനൂർ സ്വദേശിയായ വിഷ്ണുപ്രിയ എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനെന്ന് കോടതിയുടെ കണ്ടെത്തൽ. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. ശിക്ഷാവിധി ഈ മാസം 13-ന് വിധിക്കും. വിഷ്ണുപ്രിയ സൗഹൃദം അവസാനിപ്പിച്ചതിന്റെ പകയിലായിരുന്നു ആരുമില്ലാത്ത നേരത്ത് വീട്ടിൽ കയറി പ്രതി കൊലപാതകം നടത്തിയത്. വിഷ്ണുപ്രിയ ആൺ സുഹൃത്തുമായി വീഡിയോ കോൾ ചെയ്യുന്ന സമയത്തായിരുന്നു പ്രതി ആയുധങ്ങളുമായി വീട്ടിൽ എത്തിയത്. കയറി വന്നത് ഈ വീഡിയോ കോളിൽ പതിഞ്ഞിരുന്നു. ഈ 13 സെക്കൻഡ് ദൃശ്യമാണ് കേസിൽ നിർണായക തെളിവായത്. പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് K. അജിത് കുമാർ പറഞ്ഞു. ഇന്നത്തെ ഈ കേസിൽ വിഷ്ണുപ്രിയ കേസിൽ കേരള മുട്ടക്കും ശ്രദ്ധയോടുകൂടി നോക്കിയ ഈ കേസിലാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട അഡീഷണൽ ജില്ലാ കോടതി നമ്പർ 1 AB മൃദുല മേഡം വിധി പറഞ്ഞിരിക്കുകയാണ്. 2022 ഒക്ടോബർ മാസം 22-ാം തീയതി 11:47 ശേഷമാണ് ഈ കൊല നടന്നത് എന്നാണ് പ്രോസിക്യൂഷൻ്റെ വാദം. ശാസ്ത്രീയ തെളിവുകളും അതുപോലെ തന്നെ സാക്ഷിമൊഴികളും അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്തരമൊരു കേസിൽ ഇപ്പോൾ കോടതി വിധി പറഞ്ഞിട്ടുള്ളത്. ആ വിധിയിൽ വളരെയധികം സന്തോഷമുണ്ട്. പോലീസിൻ്റെ അന്വേഷണത്തിൽ പ്രത്യേകം സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ഈ കേസിലെ വിധി പറയുമ്പോൾ വളരെ അപൂർവമായി നടന്നൊരു കൊലപാതകമാണ്. ഈ കൊലപാതകത്തിൽ ഇയാളാണ് കൊലപാതകം നടത്തിയതെന്ന് എല്ലാ ശാസ്ത്രീയ തെളിവുകളും കോടതി മുമ്പാകെ അവതരിപ്പിക്കാനും അത് കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നേ ദിവസം ഇദ്ദേഹം ഈ വിഷ്ണുപ്രിയ എന്ന് പറയുന്ന 23 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി മുമ്പ് ഇദ്ദേഹത്തുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് പല ഫോൺ കോളുകളും ഉണ്ടായിരുന്നു. പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായ പിന്നീടുണ്ടായ സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് ആ കുട്ടി ബന്ധം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പ്രതികാരം എന്ന നിലയിലാണ് ഈ കൊലപാതകം നടത്തിയത് എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ഇങ്ങനെ കാൽക്കുലേറ്റ് ആയിട്ട് ഒരു മർഡർ നടത്തി ഇദ്ദേഹം സമൂഹത്തെ മനസാക്ഷിക്ക് മുമ്പിൽ ഒരു തരത്തിലും ദയ അർഹിക്കുന്നില്ല. അഥവാ ഇയാളെ ഡെത്ത് പണിഷ്മെൻറ്റ് കൊടുക്കാതെ വിടുകയാണെങ്കിൽ അത് സമൂഹത്തോട് ചെയ്യുന്ന ഒരു ക്രൂരതയായി മാത്രം സമൂഹം കാണും. കോടതിയിലും ഈ ജുഡീഷ്യറിയിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടും. ഒരു ബാഡ് മെസ്സേജ് സൊസൈറ്റിക്ക് പാസ് ചെയ്യും എന്നാണ് പ്രോസിക്യൂഷന് വേണ്ടി ഡെത്ത് പണിഷ്മെൻറ്റ് പറയാൻ വേണ്ടി ഞാൻ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്.
പ്രതി ചുറ്റികയും മറ്റായുധങ്ങളും വാങ്ങിയതിന്റെ CCTV ദൃശ്യങ്ങളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ജില്ലയിൽ ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങി. ഡ്രൈവിംഗ് ടെസ്റ്റിലെ പുതിയ പരിഷ്കാരങ്ങൾക്കെതിരെ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തെ തുടർന്നാണ് കണ്ണൂർ ജില്ലയിലെ 5 ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിയത്. തോട്ടടയിലെ ടെസ്റ്റ് ഗ്രൗണ്ടിൽ സമരസമിതിയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല തീർത്തു. ഡ്രൈവിംഗ് സ്കൂളിലെ ആളുകളും വിദ്യാർത്ഥികളും ടെസ്റ്റിംഗ് കേന്ദ്രത്തിൽ എത്തിയില്ല. ജില്ലയിൽ പയ്യന്നൂർ, തളിപ്പറമ്പ്, കണ്ണൂർ, തലശ്ശേരി, ഇരിട്ടി എന്നിവിടങ്ങളിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളുള്ളത്. പയ്യന്നൂരിൽ രാവിലെ പ്രതിഷേധ ജാഥ നടന്നു. കണ്ണൂർ തോട്ടടയിലെ ടെസ്റ്റ് ഗ്രൗണ്ടിൽ സമരസമിതിയുടെ നേതൃത്വത്തിൽ രാവിലെ മനുഷ്യച്ചങ്ങല തീർത്തു. നേതാക്കളായ ഷാജി അക്കരമ്മൽ, RK നിഷ, T റിയാസ് എന്നിവർ നേതൃത്വം നൽകി. മുണ്ടേരിമുട്ട ജംഗ്ഷനിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് സ്ഥാപിക്കാൻ റോഡിന് കുറുകെ കീറിയ കുഴികൾ വാഹനയാത്രക്കാർക്ക് ദുരിതമാവുന്നു. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിന് വേണ്ടി മുണ്ടേരിമുട്ട ജംഗ്ഷനിൽ വലിയന്നൂർ ഭാഗത്തേക്കും മുണ്ടേരിക്കടവ് ഭാഗത്തേക്കും ഒരടിയോളം വീതിയിൽ റോഡിന് കുറുകെ പൈപ്പ് സ്ഥാപിക്കാൻ വേണ്ടി കീറിയതാണ് കുഴികൾ. പൈപ്പ് സ്ഥാപിച്ചതിനു ശേഷം താൽക്കാലികമായി മണ്ണിട്ട് നികത്തിയെങ്കിലും ദിവസേന 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡായതിനാൽ മണ്ണ് നീങ്ങി കുഴികൾ വലുതായത് കാരണം ഇപ്പോൾ ചെറുതും വലുതുമായ വാഹനങ്ങൾ ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നുപോകുന്നത്. പൊതുവെ ഗതാഗത തടസ്സം നേരിടുന്ന മുണ്ടേരിമുട്ട ജംഗ്ഷനിൽ ഇപ്പോൾ ഗതാഗത തടസ്സം ഇരട്ടിയായിരിക്കുകയാണ്. വളരെ ചെറിയ പോക്കറ്റ് റോഡുകളിൽ പോലും പൈപ്പ് സ്ഥാപിക്കുന്നതിന് വേണ്ടി കീറിയ ചെറിയ കുഴികൾ പോലും അടച്ചു കഴിഞ്ഞതായും എന്നാൽ ഇത്രയും തിരക്കേറിയ ജംഗ്ഷനിലുള്ള കുഴികൾ അടക്കാതെ ഉത്തരവാദിത്തപ്പെട്ടവർ കാണിക്കുന്ന ഈ അനാസ്ഥ കാരണം വാഹനയാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ മഴ കനക്കുകയും സ്കൂൾ തുറക്കുകയും ചെയ്യുന്നതോടെ ഈ ദുരിതം ഇരട്ടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചെത്തിക്കുളം കുടിക്കുമുട്ട മുണ്ടേരിമുട്ട ജംഗ്ഷൻ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റി റോഡിന് കുറേ കുഴിയെടുത്തിട്ട് മാസങ്ങളായി. ആ കുഴിയെടുത്ത സമയത്ത് താൽക്കാലികമായി മണ്ണിട്ട് മൂടിയതല്ലാതെ ഇത്രയും കാലത്തിൻ്റെ 2 മാസത്തിലധികമായി ഇത്രയും കാലത്തിനിടയിൽ അധികാരികളാരും തിരിഞ്ഞു നോക്കുകയോ അതിനു വേണ്ടുന്ന അറ്റകുറ്റപ്പണി നടത്താനോ തയ്യാറായിട്ടില്ല. പൊതുവേ ഗതാഗത കുരുക്കേറിയ മുണ്ടേരിമുട്ട ടൗണിൽ ഗതാഗത കുരുക്ക് കൂട്ടുവാനും അതുപോലെ അപകടങ്ങൾ ഉണ്ടാക്കുവാനും ഈ കുഴി കാരണമായിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അധികാരികൾ ഈ കാര്യം അവരുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തി അറ്റകുറ്റപ്പണി നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇനി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ വിദ്യാലയങ്ങൾ തുറക്കും. അപ്പോൾ അതോടനുബന്ധിച്ച് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നതിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ കുഴികൾ നികത്തി സഞ്ചാര സ്വാതന്ത്ര്യം വളരെ സുഗമമാക്കുന്നതിനു വേണ്ടി അധികാരികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ നിലയിൽ പറയാനുള്ളത്. പനങ്കാവ് മാതാ അമൃതാനന്ദമയി മഠം ബ്രഹ്മസ്ഥാന പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം സമാപിച്ചു. 2ാം ദിവസം ഇന്ന് രാവിലെ 5:30 ബ്രഹ്മചാരി ഉമാനാഥ് ചൈതന്യയുടെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, തുടർന്ന് ബ്രഹ്മചാരി സുമേധാമൃത ചൈതന്യയുടെ കാർമ്മികത്തിൽ രാഹുപൂജ, നവകം, പഞ്ചഗവ്യം എന്നിവയും നടന്നു. ശേഷം മാതാ അമൃതാനന്ദമയി മഠം ബാംഗ്ലൂർ മഠാധിപതി സ്വാമി അമൃത ഗീതാനന്ദപുരിയെ ഭക്തർ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. തുടർന്ന് സ്വാമിജിയുടെ പ്രഭാഷണം, ഭജന എന്നിവയും നടന്നു. ഉച്ചയ്ക്ക് 2:30 മുതൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വൈകിട്ട് 4 മണി മുതൽ ബ്രഹ്മചാരി സുമേധാമൃത ചൈതന്യയുടെ കാർമ്മികത്വത്തിൽ ശനിപൂജ, അഭിഷേകം, മംഗളാരതി എന്നിവയോടുകൂടി 2 ദിവസമായി നടന്ന ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന് പരിസമാപ്തിയായി. വംശരക്ഷയ്ക്കും കുലരക്ഷയ്ക്കും ദേശരക്ഷയ്ക്കും ലോകരക്ഷയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാതും ദേവനെ സമർപ്പിച്ച് ആ ക്ഷേത്രത്തിലേക്ക് പ്രയാണം ചെയ്യുന്നതിന് മുമ്പ് 2 മിനിറ്റ് കണ്ണടച്ച് ഇതിലെ ശാന്തിയെ ഒന്ന് അനുഭവിച്ച് 1 മിനിറ്റ് ഒന്ന് ശാന്തമായിട്ടിരിക്കുക. 2 ദിവസങ്ങളിലായി നടന്ന പൂജകൾക്കും ഹോമങ്ങൾക്കും മാതാ അമൃതാനന്ദമയി മഠം ബ്രഹ്മചാരികളായ ബ്രഹ്മചാരി ഉമാനാഥ ചൈതന്യ, ബ്രഹ്മചാരി സുമേധാമൃത ചൈതന്യ, ബ്രഹ്മചാരി വേദ്യാമൃത ചൈതന്യ, ബ്രഹ്മചാരി രതീഷ് തുടങ്ങിയവരും കണ്ണൂർ തലശ്ശേരി അമൃത വിദ്യാലയം പ്രിൻസിപ്പൽമാരായ ബ്രഹ്മചാരിണി നിർലേപാമൃത ചൈതന്യ, ബ്രഹ്മചാരിണി പരമാമൃത ചൈതന്യ എന്നിവരും നിരവധി ഭക്തജനങ്ങളും സന്നിഹിതരായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്ന മഹോത്സവത്തിന് വൈകിട്ട് 6:30 പരിസമാപ്തിയായി. ടെലഗ്രാമിൽ ഓൺലൈൻ വഴി
പാർട്ട് ടൈം ജോലി ചെയ്ത് പണം സമ്പാദിക്കാമെന്ന പരസ്യം കണ്ട് പണം കൈമാറിയ കണ്ണപുരം സ്വദേശിയായ യുവതിക്ക് 1,65,000 രൂപ നഷ്ടമായി. നിക്ഷേപിക്കുന്ന പണത്തിനനുസരിച്ച് ഉയർന്ന ലാഭം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് തട്ടിപ്പിന് ഇരയാക്കുകയായിരുന്നു. തുടക്കത്തിൽ ലാഭത്തോടുകൂടി പണം തിരികെ ലഭിക്കുമെങ്കിലും പിന്നീട് കൂടുതൽ പണം ആവശ്യപ്പെട്ട് പല കാരണങ്ങൾ പറഞ്ഞ് പണം നൽകാതിരിക്കുന്നതാണ് തട്ടിപ്പിന്റെ രീതി. പാർട്ട് ടൈം ജോലി എന്ന പേരിൽ തുടക്കത്തിൽ നൽകിയ പണം ലാഭത്തോടുകൂടി തിരികെ ലഭിക്കുന്നതുകൊണ്ട് പലരും ഇതിൽ വിശ്വസിച്ച് തട്ടിപ്പുകാർ ചോദിക്കുന്ന പണം നൽകുന്നു. പിന്നീട് ഒരു നല്ല തുക തട്ടിപ്പുകാരുടെ കൈകളിലെത്തി പണം തിരികെ ലഭിക്കാതിരിക്കുമ്പോഴാണ് പലർക്കും ഇതൊരു തട്ടിപ്പാണെന്നുകൂടി മനസ്സിലാകുന്നത്. മറ്റൊരു പരാതിയിൽ വ്യാജ ഹോട്ടൽ റൂം ബുക്കിംഗ് വെബ്സൈറ്റ് വഴി റൂം ബുക്ക് ചെയ്ത വളപട്ടണം സ്വദേശിക്ക് 7,431 രൂപയും നഷ്ടമായിട്ടുണ്ട്. വെബ്സൈറ്റ് വഴി റൂം ബുക്ക് ചെയ്യുകയും അതിൽ കണ്ട ലിങ്കിൽ പ്രവേശിച്ച് പണം അടയ്ക്കുകയുമായിരുന്നു. ശേഷം ഹോട്ടലിൽ ചെന്നപ്പോൾ അവർക്ക് പേയ്മെന്റ് ലഭിച്ചില്ലെന്ന് പറഞ്ഞ് റൂം നൽകാതെ വന്നതോടെയാണ് തട്ടിപ്പാണെന്ന് പരാതിക്കാരന് മനസ്സിലായത്. ഇത്തരത്തിൽ ഓൺലൈൻ വഴി റൂം ബുക്ക് ചെയ്യുന്നവർ സെർച്ച് ചെയ്ത് ലഭിക്കുന്ന വെബ്സൈറ്റിന്റെ ആധികാരികത ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം പണം കൈമാറണം. ഇൻസ്റ്റഗ്രാം, ടെലഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ് തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർ ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ജാഗ്രത പുലർത്തണം. കസ്റ്റമർ കെയർ നമ്പർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വിളിക്കുകയോ അജ്ഞാത നമ്പറിൽ നിന്നും ഫോണിൽ ഏതെങ്കിലും തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെടുകയോ ലിങ്കിൽ കയറാൻ ആവശ്യപ്പെടുകയോ ചെയ്താൽ പൂർണ്ണമായും നിരസിക്കുക. വ്യാജ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് പണം കൈമാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈൻ തട്ടിപ്പിൽ നിങ്ങൾ ഇരയാവുകയാണെങ്കിൽ ഉടൻ തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 വിളിച്ച് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ സൈബർ ക്രൈം റിപ്പോർട്ട് ചെയ്യാനുള്ള ഗവൺമെന്റ് പോർട്ടലിലൂടെയോ പരാതി രജിസ്റ്റർ ചെയ്യേണ്ടതുമാണ്. ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ പരാതി നൽകാൻ ശ്രദ്ധിക്കുകയും വേണമെന്നും സൈബർ പോലീസ് വിംഗ് അറിയിക്കുന്നു. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6,700 രൂപ, പവന് 53,600 രൂപ, വെള്ളി 90 രൂപ. അവസാനമായി കാലാവസ്ഥ. അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് വയനാട് ജില്ലയിലും നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലയിലും യെല്ലോ അലർട്ടാണ്. ശനി, ഞായർ ദിവസങ്ങളിലും മഴ മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും യെല്ലോ അലർട്ട് നിലനിൽക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യാത്രക്കാരെ വലച്ച് എയർ ഇന്ത്യ. ജീവനക്കാരുടെ സമരം ഒത്തുതീർന്നിട്ടും സർവീസുകൾ മുടങ്ങി. കണ്ണൂരിൽ ഇന്നും യാത്രക്കാരുടെ പ്രതിഷേധം. KSRT സ്വിഫ്റ്റ് ബസ് ഡ്രൈവർക്ക് മർദ്ദനം ബസ് ഡിപ്പോയിൽ വെച്ച്. തിലാന്നൂർ താഴെച്ചുവ സ്വദേശികളായ 7 പേർ പോലീസ് കസ്റ്റഡിയിൽ. ആക്രമണം KSRTC അമിത വേഗതയിലെന്ന് ആരോപിച്ചു. വാട്ടർ അതോറിറ്റിയുടെ കുഴികൾ ദുരിതമാകുന്നു. മുണ്ടേരിമുട്ട ജംഗ്ഷനിൽ ഗതാഗത തടസ്സം രൂക്ഷം. ദിവസേന 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന വഴി അധികൃതർ അവഗണിക്കുന്നതായി പരാതി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.